പറഞ്ഞു നിങ്ങൾക്ക് നന്ദിയുണ്ട്, നിങ്ങൾ എൻ്റെ കാരണം അയാൾ ധനികനാണ്, വലിയ പൈസയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ കർഷകൻ പറയുന്നൊരു കാര്യമുണ്ട്, സോറി സാർ, എനിക്കത് പൈസ ആവശ്യമില്ല, കാരണം എന്നുള്ള മനുഷ്യനാണ് നിങ്ങളുടെ മകനെ രക്ഷിച്ചത്. അതിന് ഞാൻ പൈസ മേടിച്ചാൽ ഞാൻ വളരെ താഴ്ന്നു പോകുന്ന ഒരു വ്യക്തിയായി മാറും. അതുകൊണ്ട് അയാൾ തിരസ്കരിക്കുകയാണ് ആ കാര്യം, അത് എനിക്ക് വേണ്ടെന്ന് പറയാം. അവസാനം അവർ നന്ദിയോടെ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ കൃഷിക്കാരൻ്റെ മകനെ കാണുന്നത്. ഒരു മകനുണ്ടായിരുന്നു, ആ കുട്ടീനെ കുറച്ചുകൂടി വലിയ മുതിർന്നൊരു മകൻ. ആ മകനെ കണ്ടപ്പോൾ ഈ ധനികൻ പറഞ്ഞു, ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ എല്ലാ ചിലവുകളും ഞാൻ വഹിക്കുന്നതായിരിക്കും, അത് നിങ്ങൾ ഒരിക്കലും തിരസ്കരിക്കരുതെന്ന് പറഞ്ഞു. കൃഷിക്കാരനാണെങ്കിൽ വലിയ സന്തോഷമായി, കാരണം മകൻ എത്ര വലിയെന്ന് പഠിപ്പിക്കാൻ അയാൾക്കില്ല. അങ്ങനെ ആ കുട്ടിയെ പഠനം ഈ ധനികൻ ഏറ്റെടുത്തിരിക്കണം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ആ വ്യക്തി ആരെയെന്ന് പറയാമോ? ഈ കർഷകന്റെ കുട്ടി, ഈ ധനികന്റെ സഹായത്താൽ പഠിച്ചു വളർന്ന കുട്ടി അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആരായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിംഗ്? പെൻസിലിൻ എന്ന് പറയുന്ന ആദ്യത്തെ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ്, അദ്ദേഹം പഠിച്ചത് എങ്ങനെയായിരുന്നു? ഈ സഹായം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അലക്സാണ്ടർ ഫ്ലെമിംഗിന് അങ്ങനെ സഹായം കിട്ടിയത്? അയാളുടെ അച്ഛന്റെ ആ നിമിഷത്തിലുള്ള ആ മനുഷ്യത്വം കാണിച്ചത് കൊണ്ടാണ്. ആ അലക്സാണ്ടർ ഫ്ലെമിംഗ്, നമുക്കറിയാം പെനിസിലിൻ എന്ന് പറയുന്ന ആദ്യത്തെ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ്. അവിടെയാണ് വേറൊരു ചിന്തിക്കേണ്ടത്. ഈ കുട്ടി, അലക്സാണ്ടർ ഫ്ലെമിംഗിന്റെ പിതാവ് രക്ഷപ്പെട്ട കുട്ടി ആരായിരുന്നു എന്നറിയാമോ? വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടന്റെ 2 തവണ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഈ ഇത് നിമിത്തങ്ങളാണ്. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, 2 തവണ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലിനെ ഏറ്റവും വേറൊരു സംഭവം ഉണ്ട് അല്ലേ? ഗാന്ധിജിയെ അർദ്ധനഗ്നായ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അതുപോലെ അത് വേറെ സംഗതി. അപ്പൊ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ആ കുട്ടി. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഈ കുട്ടി. ഒരു നിമിത്തമാണ്. ആ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച പെൻസിലിൻ കൊണ്ടാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കലും ന്യൂമോണിയ ബാധിച്ചപ്പോൾ സുഖപ്പെടുന്നത്. ഇതും കൂടി നമ്മൾ ചിന്തിക്കണം. അതാണ് നമുക്ക് ഒരവസരത്തിൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ അത് മതി നിങ്ങൾക്ക് ഈ ലോകത്തിൽ നെഞ്ചു വിരിച്ച് ജീവിക്കുവാൻ എന്ന് ഞാൻ പറയാം. ഏതായാലും അധികം നീട്ടുന്നില്ല. ഇങ്ങനെയൊരു അനുമോദന ചടങ്ങിന് എനിക്ക് വിളിച്ചവരോട്, നിങ്ങളുടെ ഈ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.